അതിലായിരിക്കും അടുത്ത ടോക്കൺ നമ്പറും കാര്യങ്ങളും കാണുക. അപ്പൊ അതുകൂടി ഞാൻ പ്രത്യേകിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ നമ്മള് ഫീസ് അടച്ചവര് ഈ ഗ്രൂപ്പ് ഇങ്ങനെ തന്നെ നിൽക്കും. ഇതിനോടൊപ്പം തന്നെ ഫീസ് അടച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേകം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിലായിരിക്കും ഇനിയുള്ള ക്ലാസിന്റെ ലിങ്ക് വരുന്നത്. അതാണ് നമ്മളെ ശാന്തമ്മ മാഡം പറഞ്ഞത് അല്ലേ? അതെ അതെ. ഒരു സെക്കൻഡ്, എന്റെ പേര് ഇതുവരെ എനിക്ക് ടോക്കൺ വന്നിട്ടില്ല ഇതുവരെ. ശാന്തമ്മ മാഡം, നമ്മുടെ സെബാസ്റ്റ്യൻ സാറിന് ടോക്കൺ കിട്ടിയിട്ടില്ല. സാറേ, സെബാസ്റ്റ്യൻ സാറിനെ ഞാനിപ്പോ വിളിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. എനിക്ക് സ്ക്രീൻഷോട്ടിൽ സാറിന്റെ രജിസ്ട്രേഷന്റെ സംഭവം ഒന്നും എനിക്ക് പിടികിട്ടില്ല. അതുകൊണ്ടൊന്ന് വിളിക്കണം. അതുകൊണ്ടാണ് ടോക്കൺ നമ്പർ ഇടാത്തത്. ബാക്കിയുള്ളവർ ഇങ്ങനെ ഇട്ട് വരികയാണ്, കാരണം ലാസ്റ്റ്. അതുകൊണ്ടാണ്. അപ്പൊ സാറിന് എന്ന് കിട്ടും. ഓക്കെ, ഞാൻ ഇത് കഴിഞ്ഞ ശേഷം സാറിനെ വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ചൊവ്വാഴ്ച തൊട്ടുള്ള ക്ലാസ് ഈ ഗ്രൂപ്പ് ഇങ്ങനെ നിലനിൽക്കും. പക്ഷേ ചൊവ്വാഴ്ച തൊട്ടുള്ള ക്ലാസ് പുതിയൊരു ഗ്രൂപ്പിലോട്ടാണ് ലിങ്ക് ഒക്കെ വരുന്നത്. അത് ആരെങ്കിലും ഇനി ഫീസ് അടയ്ക്കാനുണ്ടെങ്കിൽ, ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ളവർ, ഫീസ് അടയ്ക്കാനുള്ളവര് എത്രയും വേഗം അത് ചെയ്യണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. അപ്പോ ശാന്തിഗ്രാം പ്രവർത്തകർ, നമ്മുടെ ക്ലാസ്സിലെ പഠിതാക്കൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോ എയുടെ സാധ്യതകളെ ഒന്ന് വിശദീകരിക്കുകയായിരുന്നു നമ്മൾ ഈ 2 ദിവസത്തെ ക്ലാസ് കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോ ഇതില് സാറ് ബോർവെൽ സാറ് മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണം. സോറി. ഓക്കെ, അല്ലെങ്കിൽ ചെറിയൊരു ശബ്ദം അതിനകത്തുണ്ടാവും. അപ്പോ നമ്മൾ ഈ പഠിച്ചു തുടങ്ങുന്ന ആദ്യത്തെ ക്ലാസ് പഠിച്ചു തുടങ്ങുന്ന ഇത് മുതൽ നമുക്കിത് ഉപയോഗിച്ചു തുടങ്ങാം. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കൃത്രിമ ബുദ്ധി എന്താണെന്ന് ഇന്നലെ ഏതാണ്ടൊക്കെ ബോധ്യപ്പെട്ടു. അതായത് മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കാനും ഒക്കെ മനുഷ്യന്റെ ഒരു തലച്ചോറ് പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണിത്. ഇത് വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കേണ്ട ഒരു കാര്യം കൂടെയാണ്. അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ സാധനം ഒരിക്കലും നമ്മുടെ മുകളിൽ വരാൻ പാടില്ല. നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു സാധനമാണ് ഇത്. നമ്മളെ നിയന്ത്രിക്കാൻ പാടില്ല. അതായത് നിങ്ങൾക്ക് പല തരത്തിലുള്ള കഴിവുകൾ ഉണ്ടാവും. ഈ കഴിവുകളെ അല്പം പോലും പ്രതികൂലമാകാൻ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇടവരരുത്. അതായത് നിങ്ങളൊരു കഥ എഴുതുന്ന ആളാണ് എങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കഥ എഴുതരുത്. കവിത എഴുതുന്ന ആളാണെങ്കിൽ നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കവിത എഴുതരുത്. പടം വരയ്ക്കുന്ന ആളാണെങ്കിൽ അത് ചെയ്യരുത്. നിങ്ങളുടെ സ്കിൽ, കഴിവുകൾ, ആ കഴിവുകളെ ഇതിന് പണയപ്പെടുത്തരുത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മുരടിച്ചു പോവും. നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ പരിമിതികളെ അതിജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ കഥ എഴുതുന്ന ഒരാളിന് ചിലപ്പോൾ, എനിക്ക് ഒരു ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞ പ്രശ്നമുണ്ട്. ഡിസ്ലെക്സിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷാപരമായ പിശകുകൾ വരുന്നത്. ചില ആൾക്കാർക്ക് പ്രൊണൗൺസിയേഷനിൽ പ്രശ്നം വരും. എനിക്കും ചില പ്രൊണൗൺസിയേഷൻ പ്രശ്നങ്ങളുണ്ട്. പ്രധാനമായിട്ടും എൻ്റെ ഡിസ്ലെക്സിയ എഴുത്തിലാണ്. അക്ഷരത്തെറ്റുണ്ടാകും. ചില അടയാളങ്ങൾ വിട്ടുപോകും. നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അപ്പൊ നന്നായി കഥ എഴുതുന്ന ഒരാളിന് ചിലപ്പോൾ ഇത്തരത്തിലുള്ള അക്ഷര തെറ്റുകൾ ഉണ്ടാവുന്ന ഒരു രീതി ഉണ്ടാവും. അതുകൊണ്ട് മറ്റാരെങ്കിലും സഹായം ചെയ്യണം. അവർക്ക് ഈ അക്ഷരത്തെറ്റ് തിരുത്താൻ ഇത് ഉപയോഗിക്കാം. ഇനി ഒരു നോവൽ എഴുതുന്ന ഒരാളിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൊണ്ട് നോവൽ എഴുതിപ്പിക്കാം കേട്ടോ. ഒരു കൺസെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നോവലൊക്കെ നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കി തരും. അത് പബ്ലിഷ് ചെയ്യും. അത് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പുസ്തകങ്ങൾ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം.
അപ്പോ ഒരു കൺസെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു 10-200 പേജുകളുള്ള ബുക്കുകളായി ഏതാനും മിനിറ്റുകൾ കൊണ്ട് രൂപപ്പെടുകയും അത് ആ ബുക്ക് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാനും പറ്റും. വിവാ ബുക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ട്. ഞാൻ പറഞ്ഞത് അതല്ല, ഇപ്പൊ നമ്മളൊരു നോവൽ എഴുതുന്നു. നോവലിന്റെ ഒരു സംഭവം നടക്കുന്നത് ഒരു അമേരിക്കയിൽ വെച്ചാണ്. അമേരിക്കയിലെ അല്ലെങ്കിൽ നാസയിലെ ഒരു ശാസ്ത്രജ്ഞനാണ് ഇതിന്റെ ഒരു പ്രധാന കഥാപാത്രം. നാസയ്ക്കകത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ല, അല്ലെ? അപ്പോ അതിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് നമുക്ക് എയോട് ചോദിച്ച് ആ നോവലിനെ സമ്പുഷ്ടമാക്കാനുള്ള ഫാക്ട്സ്, വിവരങ്ങൾ നമുക്ക് ഇതിൽ നിന്നെടുക്കാം. അപ്പോ നിങ്ങളുടെ നൈസർഗികമായ കഴിവുകൾ അത് നിങ്ങൾക്ക് ആത്മവിശ്വാസമുള്ള, എന്റെ നൈസർഗികമായ കഴിവ് ഇതാണ് എന്ന് നിങ്ങളുടെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എഐക്ക് പണയപ്പെടുത്തരുത് എന്നുള്ളത് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉപദേശം എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പം ഇനി നമ്മുടെ ബുദ്ധിപരമായ എന്തും എഐയിൽ നിന്ന് സാധ്യമാണ്. ബുദ്ധിപരമായ എന്തും അത് നമ്മൾ ഇമേജ് ചെയ്യുന്നതിനപ്പുറമാണ്. ഞാനൊരു ഉദാഹരണം, നമ്മൾ ഇതിലെ കുറെ കാര്യങ്ങൾ നോക്കി, ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു ഷർട്ട് വാങ്ങാനായിട്ട് കടയിൽ പോകുന്നു, റെഡിമെയ്ഡ് ഷർട്ട് വാങ്ങാനായിട്ട് കടയിൽ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ട്രയൽ റൂമിൽ പോയി ഷർട്ട് ഇട്ട് നോക്കും, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? ഡ്രസ്സുകൾ വാങ്ങാൻ പോകുമ്പോൾ നമുക്ക് യോജിച്ചതാണോ എന്ന് ഉള്ള രീതിയിൽ ഇട്ട് നോക്കും. ഇനി നിങ്ങൾക്ക് ട്രയൽ റൂമിൽ പോവേണ്ട കാര്യമില്ല. ആ ഷർട്ടിന്റെ ഫോട്ടോയും എടുത്ത് നിങ്ങളെ ഫോട്ടോയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിട്ട് നിൽക്കുന്നത് പോലെ ഒരു ഷർട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഒരു ഫോട്ടോയിൽ, അതായത് നമ്മളിട്ട് കണ്ണാടിയിൽ കാണുന്നതിനേക്കാളും ഗംഭീരമായ ഒരു ഫോട്ടോഗ്രാഫിക് ഇമേജ് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് നമുക്കൊന്ന് നോക്കിയാലോ? നോക്കണ്ടേ? നമുക്ക് ഇതിനകത്ത് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇതിനകത്ത് ഈ ചില ഇമോജീസ് ഉണ്ട്, കൈ റിഫ്ലക്ട് ചെയ്യാൻ. അതിലൊക്കെ ഒന്ന് അമർത്തിയാൽ നിങ്ങളുടെ റെസ്പോൺസ് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം. ശരി, ഓക്കെ. അപ്പോ ഇതില് ഞാൻ ഒന്ന് നോക്കുകയാണ്. നമ്മളെ പങ്കജ് സാറ് ഒരു ഉടുപ്പ് വാങ്ങാനായിട്ട് പോകുന്നു. ഇത് കണ്ടോ? ഇതാണ് പങ്കജ് സാർ വാങ്ങിയ ഉടുപ്പ്, കടയിൽ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുക. ഇനി അദ്ദേഹത്തിന്റെ പടം ഇതാണ് പടം. നമ്മള് ഇതില് വാട്സാപ്പിൽ പ്രൊഫൈൽ പിക്ചറാ. ഞാന് ഇദ്ദേഹത്തിന്റെ തൽക്കാലം ഞാൻ ഇറങ്ങുന്നു. ഇനി ജെമിനിയിൽ കയറുന്നു. അദ്ദേഹത്തിന്റെ ഈ പടം അപ്ലോഡ്. ഉടുപ്പ് കൊടുക്കുന്നു. ഞാനിനി പറയാണ്, ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ ആ ഉടുപ്പ്, രണ്ടാമത് കൊടുത്തിരിക്കുന്ന ചിത്രം
അപ്ലോഡ് ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ ഉടുപ്പ് ഇടുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? രണ്ടാമത് നൽകിയിരിക്കുന്ന ചിത്രത്തിലെ ഉടുപ്പ്. ഇത് വെറും ഇതൊരു പ്രോംപ്റ്റിന്റെ ഇതൊരു പ്രോംപ്റ്റ് കൊടുക്കുമ്പോ, നിർദ്ദേശം കൊടുക്കുമ്പോ അതിനൊരു രീതിയുണ്ട്. ഇത് അങ്ങനെയുള്ള ഒരു രീതിയൊന്നും അല്ല, സാധാരണ രീതിയിൽ തന്നെയാണ് ഞാൻ ഒരു സാധാരണ ഒരു മനുഷ്യൻ അവ്യക്തമായി പറയുന്ന പോലെയാണ് പറഞ്ഞത്. അത് നമുക്ക് നോക്കാം എന്തെങ്കിലും സംഭവിക്കുമെന്ന്. അത് ആരുടെയോ ഇത് ഓണാണ് കേട്ടോ. ആരുടെയോ ഷാജി KT. ഓക്കെ. ആ ഉടുപ്പിട്ട പങ്കേഷ സാറിനെ കണ്ടോ? നമ്മൾ നേരത്തെ കാണിച്ച ആ ഉടുപ്പല്ലേ? ആണോ? അതെ അതെ അതെ. ആ കടയില് ഷോറൂമിലെ ഉടുപ്പ് നമ്മൾ എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ കൊടുത്തു, ആ ഉടുപ്പിന്റെ പടം എടുത്ത് കൊടുത്തു. ഇനി നിങ്ങൾ ചുരിദാറൊക്കെ വാങ്ങാൻ പോകുമ്പോ നിങ്ങളൊരു ഫോട്ടോ എടുത്തിട്ട് ചുരിദാറിന്റെ പടം ഇട്ട് കൊടുത്താൽ മതി. കൃത്യമായിട്ട് ആ നമ്മള് ഡ്രസ് ചെയ്യുന്നതിന് ഇത് ട്രയൽ റൂമിൽ നിന്ന് നോക്കുന്നതിനേക്കാൾ അതിഗംഭീരമായ രീതിയിൽ നമുക്ക് ഈ ചിത്രം ഇനിയിപ്പം പങ്കേഷ് സാറിന് ഈ ഒരു ഉടുപ്പ് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഗ്ലാമർ കൂടി നിൽക്കുകയാണ് അല്ലേ സാറേ? അല്ലേ? മറ്റേ ഉടുപ്പിട്ടതിനേക്കാൾ ഇത് ഉടുപ്പഴല്ലേ കുറച്ചുകൂടി യുവത്വം വന്നതായി തോന്നുന്നു. ഓക്കെ. ഇനി നമുക്ക് ഇതിന് യുവാവാക്കം എന്ത് വേണോ കൊടുക്കാം, നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ചിരിക്കും. ഇനി ഇതിപ്പോ നമ്മൾ ഉടുപ്പ് ചേഞ്ച് ഇതുപോലെ ഇതൊരു മാതൃകയാണ്. ഇതുപോലെ നിങ്ങളൊരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബ്യൂട്ടി പാർലറിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഹെയർ സ്റ്റൈലുകൾ ഉണ്ടാവും. ആ ഹെയർ സ്റ്റൈലുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ബുക്കുകളിലോ കാണിച്ചിട്ട് അവരുടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അവരുടെ ഹെയർ സ്റ്റൈല് അവർക്ക് യോജിച്ച ഹെയർ സ്റ്റൈൽ ഏതാണെന്ന് പിക്ക് ചെയ്ത് നോക്കാം, ഫോട്ടോ എടുത്ത് നോക്കാം. അതിനുള്ള AIറ്റുകളുണ്ട്. അതിനു വേണ്ടി മാത്രം, ഹെയർ സ്റ്റൈലിന് വേണ്ടി മാത്രം. മുടി വെട്ടാൻ പോകുമ്പോ ബാർബർ ഷാപ്പ് ഉപയോഗിക്കാൻ പറ്റുന്ന. അപ്പോ ഇതിന്റെ ഒരു സാധ്യതകൾ ഒന്ന് ബോധ്യപ്പെടുത്തുന്ന മാത്രമാണ് ഞാൻ ഈ ചിത്രം കാണിച്ചത്. പങ്കേഷ് സാറിന് ഞാൻ നേരത്തെ ഒരു ഉടുപ്പിട്ട് കൊടുത്തു. അതാണ് വേറൊരു ഉടുപ്പ് ഇട്ട ചിത്രം ആണ് ഈ രീതി കാണുന്നത്. അപ്പോ അദ്ദേഹത്തിന് ജുബയാണ് സാറേ ഇപ്പം പിടുത്തം. ജുബ നമുക്കിടാം. ജുബയാണെങ്കിൽ ജുബ കടയിൽ നിന്ന് അതുകൊണ്ട് എടുത്ത് നോക്കാം. നമുക്ക് നോക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്തും ബ്ലൗസ് നോക്കാം, ചുരിദാർ നോക്കാം, സാരി ഉടുത്ത് നോക്കാം. അതെ അതെ അതെ. ഓക്കെ കറക്റ്റ്. ഓക്കെ. അപ്പോ ഇത് നമ്മുടെ സാധ്യതയെ കുറിച്ച് പറയുമ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ തൽക്കാലം ഞാൻ അത് ഒന്ന് അവസാനിപ്പിക്കുന്നു. നമുക്ക് പലപ്പോഴും ഒരു പേര് കണ്ടുപിടിക്കുക എന്നുള്ളത്, ഒരു സ്ഥാപനമായാലും ഒരു പ്രോഗ്രാം ആയാലും അതിന്റെ പേരിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ പേര് ആണ് ഒരു വിജയത്തിന്റെ, ഏതൊരു സംവിധാനത്തിന്റെയും വിജയത്തിന്റെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം പേരിനുണ്ട്. അപ്പൊ ഈ പേര്, നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള AI ടൂളുകളുണ്ട്.
ഡൈൻഡിക്സ് എന്ന് പറയുന്നൊരു ടൂളുണ്ട്. അത് ഞാനൊന്ന് അതിൽ നമുക്ക് ഞാൻ എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം. എന്തെങ്കിലും ഒരു സംരംഭം. ഇത്രയും പേരില്ലേ, നമ്മളിപ്പോ 55 പേരുണ്ട്. ആരെങ്കിലും ഒരാള് എന്തെങ്കിലും സംരംഭം, എന്ത് കാര്യമാണ് പരിപാടി, എന്തെങ്കിലും ഒരു പേര് കൊടുക്കാൻ വേണ്ടി, ഒരു ഇമേജ്. ബോർവെൽ പറയൂ, എന്താണ് സർ? എന്റെ സ്ഥാപനം ഒരു ആക്ച്വലി ഇപ്പോഴൊരു പാർട്ണർഷിപ്പ് ഫേമാണ്. അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആക്കണം. അപ്പോൾ അതിന് നിലവിലുള്ള പേര് ഇൻഡസ് ജിയോടെക് എന്നാണ്. എന്തുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു പേരാണ് വേണ്ടത്? അത് ബോർവെല്ലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇൻഡസ് ജിയോടെക് എന്നാണ്. ജിയോ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻഡസ് ജിയോടെക്കിൽ വരുന്ന പേരായിരിക്കണം വേണ്ടത് അല്ലേ? അതെ അതെ, ഇൻഡസ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യണം, ജിയോടെക്കും വരണം. പിന്നെ ബാക്കി ഇൻഡസ് ജിയോടെക് എന്നാണ് നിലവിലുള്ള പേര്. ഇൻഡസ് ജിയോടെക്, ഇൻഡസ് ജിയോടെക് ബോർവെൽ കമ്പനി, അതിന് ബെസ്റ്റ് സൂട്ടബിൾ ഒരു പേര് വേണം. ഓക്കെ, അപ്പോ നമുക്ക് അത് പേര് ഇതിന് നിങ്ങൾ ഞാനിതൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇൻഡസ് ജിയോടെക്. ആ ജിയോ തെറ്റാണ്, ജി ആണല്ലേ? GEO. ഓക്കെ, അപ്പൊ ഇതിന് ഒരുപാട് പല രീതിയിൽ ഞാൻ തുറക്കാം. ഇത് ആട്ടോയിൽ തന്നെ നമ്മൾ നോക്കിയാണ്. ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു 5-10 മിനിറ്റ് മീഡിയം കൊടുക്കുന്നു, ലോ കൊടുക്കുന്നു, ഹൈ കൊടുക്കുന്നു, പല രീതി. അത് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ വരും. ഇൻഡസ് അത് നമ്മുടെ ഒരു ബോർവെൽ കമ്പനിയാണ്. ജിയോടെക് ഒറ്റ വേർഡായിട്ട് അത് നമുക്ക് നോക്കാം. നമുക്കിതൊരു പരീക്ഷ, ഒരു ജസ്റ്റ് ഒരു ഇതല്ലേ. അപ്പോ സാറിന്റെ പേരുകൾ 100 കണക്കിന് അല്ലെങ്കിൽ 1000 പേരുകൾ ഇതും അതിന്റെ മോഡൽ ഇതാ വന്നു കഴിഞ്ഞു. ജിയോടെക് ഇതൊരു 10-15 മിനിറ്റ് ഇതിനകത്ത് ഒന്ന് മെനക്കെടുത്ത് ഇട്ടിരിക്കാമെങ്കിൽ നിങ്ങൾക്ക് അതിഗംഭീരമായ പേരുകൾ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ നോക്കുന്നില്ല, ഇതിന്റെ ഒരു സാധ്യതയെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് വന്നത്. ഇതിങ്ങനെ അനന്തമായി ഇങ്ങനെ പേരുകൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ കൺസെപ്റ്റിലുള്ള പേരുകൾ. ഇതിന് ഓരോ പേരിനെയും ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് വരെയാണെങ്കിൽ ജിയോ, ഇൻഡ്യൂജിയസ്, ഇൻഡ്യൂടെക്, ഇതാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടതെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു പേരുകൾ. അങ്ങനെ ഇങ്ങനെ നിരവധി പേരുകൾ ഇങ്ങനെ നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതുമായി ബന്ധപ്പെട്ട പേരുകൾ. ഇത് നമ്മളത് ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യം നമ്മൾ നോക്കാം. അതായത് ഇതിൽ നമ്മൾ പേര് നോക്കി, അതിൽ നിന്ന് നമ്മൾ ഒരു പേര് സെലക്ട് ചെയ്തു, അതിന്റെ തന്നെ ഒരുപാട് വേരിയന്റ് പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇതൊരു സാധ്യത. ഇതുപോലൊരു സാധ്യത. സാധ്യതകളിലെ ചില മോഡലുകൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പേരുകൾ കണ്ടുപിടിക്കാം. പേര് വലിയ പ്രാധാന്യമാണ്. ഒരു പ്രോഡക്റ്റ് അത് ഹിറ്റാവുന്ന അതിന്റെ പേരനുസരിച്ചാണ്. അതിന് ഒരു പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും മാറ്റാനൊന്നും പറ്റില്ല. അപ്പൊ അത് അങ്ങനെ ഒരു മെച്ചമായ ഇതില് സാധാരണ രീതിയിൽ നമ്മൾ AI ഉപയോഗിക്കും. ഈ പേരിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ജിയോടെക് കമ്പനിക്ക് ഇന്നൊരു ഇന്റർനാഷണലി ഉള്ള പേരുകൾ താരതമ്യം ചെയ്യാനും അത് ഏത് തരത്തിലുള്ള പേരാണ് ജനങ്ങളുടെ മനസ്സിൽ പതിയുന്നതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ നോക്കാനുള്ള വേറെ ചില AI ടൂളുകളുണ്ട്. ആ ടൂളുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ലെവൽ നമ്മൾ നോക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പേരിലേക്ക് വരുന്നത്. ഇനി നമുക്ക് അതിന് ലോഗോ ഉണ്ടാക്കാം. ഇതിൽ തന്നെ ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ, അത് പേര് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗംഭീരമായ മനസ്സിൽ പതിയാൻ പറ്റുന്ന ഗംഭീരമായ ഒരു ലോഗോയും കൂടെ വേണമല്ലോ. ലോഗോ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ടൂളുകളുണ്ട്, നിരവധി ടൂളുകളുണ്ട്. നമ്മൾ ഇന്നലെ ഒരു കവർ ചിത്രമൊക്കെ നമ്മൾ നോക്കിയല്ലോ. ഓക്കെ, അപ്പോ
ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ എ കൊണ്ട് ഇന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പെട്ടെന്ന് ഒന്ന് ആലോചിക്കുക. ഒന്ന് ആലോചിച്ച് പറയുക പെട്ടെന്ന് പെട്ടെന്ന്. ഇത് നമ്മള് പിന്നെ സാധാരണ രീതിയിൽ നമുക്ക് ഈ നാട്ടിൽ ഒരുപാട് കൊച്ചു കൊച്ചു കടകളുണ്ട്, വ്യഞ്ജന കടകൾ. ഹലോ, എന്നെ കാണുന്നില്ലേ? കാണാം. ആ, നാട്ടില് ഒരുപാട് വ്യഞ്ജന കടകൾ, കൊച്ചു കൊച്ചു കടകളുണ്ട്. ഈ കടകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഈ സൂപ്പർ മാർക്കറ്റുകളൊക്കെ വന്നപ്പോൾ ആൾക്കാർ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ബില്ല് കിട്ടും. അപ്പോ സാധാരണ ഒരു കടയിൽ പോകുമ്പോൾ അവിടെ ബില്ലൊന്നും കൊടുക്കില്ല. അപ്പൊ അവരൊരു ചുമ്മാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് മനക്കണക്കിൽ കൂട്ടിയോ, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എമൗണ്ട് മാത്രം എഴുതിയോ, അല്ലെങ്കിൽ കാൽക്കുലേറ്ററിൽ വെച്ച് അടിച്ചോ വരുമ്പോൾ നമുക്ക് ഒരു സംശയമാണ്, ഇത് കൂടുതൽ പൈസ എടുത്തു എന്നൊക്കെ ഉള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും തോന്നും. ഇതൊരു പ്രശ്നമല്ലേ കൊച്ചു കൊച്ചു കടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബില്ല് കൊടുക്കുക എന്ന് പറയുന്നത്? അപ്പോ ഈ ഒരു കടക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനൊരു കൊച്ചു സ്പേസ് ആണുള്ളത്. അവന് ഈ ഓൺലൈനിൽ ബില്ല് കൊടുക്കാനുള്ള മെഷീനൊക്കെ വാങ്ങിച്ചു വെക്കാനോ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റോക്ക് എൻട്രി ചെയ്യാനോ അതിനൊക്കെ ഉള്ള ഒരു സംവിധാനമൊന്നുമില്ല. പക്ഷെ അവന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് സാധനങ്ങൾ എടുത്തു വയ്ക്കുമ്പോൾ ഒന്ന് ഭയങ്കര വേഗത്തിലാണല്ലോ അവർ പറയുന്നത്. ആ വേഗതയിൽ സാധാരണ രീതിയിൽ പറയുന്നത് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് അവർക്ക് ബില്ല് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോണിൽ, വാട്സാപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്കതൊന്ന് നോക്കിയാലോ? നിങ്ങൾക്കും പറ്റുന്ന കാര്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വാട്സാപ്പിൽ ഈ എന്ന് പറയുന്നത് നിങ്ങൾ പിന്നെ കുറെ വർഷം കൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ കൊണ്ട് നടക്കുക. അങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു ആണ് വാട്സാപ്പിനകത്തുള്ള ഒരു നീല പർപ്പിൾ കളറിലുള്ള ഒരു ബട്ടൺ. അത് ഭയങ്കര ഉപയോഗമുള്ള ഒരു ടൂളാണ് വാട്സാപ്പിൽ. അത് ഉപയോഗിച്ച് നമുക്ക് ഈ പറയുന്ന പോലെ ബില്ലൊക്കെ തയ്യാറാക്കി കൊടുക്കാം. കാരണം ഇപ്പോഴും വലിയ സ്റ്റുഡിയോ പോലുള്ള സ്റ്റുഡിയോ അങ്ങനെയൊക്കെയുള്ള പല ടെക്സ്റ്റൈൽ കമ്പനികളും അവർ ബില്ലൊന്നും അല്ല കൊടുക്കുന്നത്, വാട്സാപ്പിലൂടെയാണ് ബില്ല് കൊടുക്കുന്നത്, വലിയ വലിയ കമ്പനികൾ. അപ്പൊ കൊച്ചു കടക്കാരനും അവരുടെ നമ്പർ സാധനങ്ങളൊക്കെ ബില്ല് തയ്യാറാക്കിയിട്ട് കസ്റ്റമറിന്റെ വാട്സാപ്പിൽ ബില്ല് അയച്ചു കൊടുക്കാൻ പറ്റും അല്ലേ? ഇതൊരു ഉപയോഗം ഏത് ആളിനും ഒന്നും പഠിക്കാതെ ചെയ്യാൻ പറ്റുന്ന, ഇതാണ് നിർമ്മിത ബുദ്ധി. ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത്രമാത്രം നൈർമല്യമുള്ള ലളിതമായ ഒരു സാധനമാണ്. ഞാനിതൊന്ന് എന്റെ വാട്സാപ്പില് അതായത് വാട്സാപ്പിൽ മെറ്റ വാട്സാപ്പിൽ പർപ്പിൾ കളറിലുള്ള അതിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ സാർ, ഓക്കെ. അതെ, അപ്പൊ അത് നമുക്ക് ഇതിനകത്ത് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോ ഞാനൊന്ന് അതൊന്ന് കാണിച്ചു തരാം. അഞ്ച് കിലോ അരി, 1 കിലോ അരിക്ക് 55 രൂപ 50 പൈസ. 2 പാക്കറ്റ് ഉപ്പ്, 1 പാക്കറ്റ് ഉപ്പിന്റെ വില 18 രൂപ 25 പൈസ. 5 സോപ്പ്, 1 സോപ്പിന്റെ വില 24 രൂപ 50 പൈസ. 1 ടൂത്ത് പേസ്റ്റ്, 1 പേസ്റ്റിന്റെ വില 20 രൂപ 50 പൈസ. എല്ലാം കൂടെ എത്ര രൂപയായി? പങ്കൻ സ്റ്റോറിന്റെ പേരിൽ ഒരു ബില്ല് തയ്യാറാക്കി തരിക. എല്ലാം കൂടെ എത്ര രൂപയായി?
പങ്കൻ സ്റ്റോറിന്റെ പേരിൽ ഒരു ബില്ല് തയ്യാറാക്കി തരിക. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ബില്ല് റെഡിയായി. ബില്ല് റെഡിയായി കഴിഞ്ഞു. ഞാൻ ഇതിനകത്ത് ഇട്ട് തരാം. അരി 1 അരി 55 രൂപ 50 പൈസ, ഇത്ര രൂപ. 2 പാക്കറ്റ് ഉപ്പ് 18 രൂപ 25 പൈസ, ഇത്ര രൂപ. സോപ്പ് 122 രൂപ 5 രൂപ. മൊത്തം ഇതാ ബില്ല്. അരി ഇതാ, ഉപ്പ് പാക്കറ്റ് മൊത്തം. പണം നൽകിയതിന് നന്ദി. പങ്കൻ സ്റ്റോർ ബില്ല് ഏറ്റവും മുകളിൽ കണ്ടോ? യെസ്. അപ്പോഴേ നിങ്ങള് ഈ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ബില്ലൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയാൽ നിങ്ങളുടെ മൊബൈൽ ഫോണില് ഈ ആ നീല ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ നോക്കാം ഇതൊക്കെ എങ്ങനെയാണെന്ന്. ബില്ലൊക്കെ തയ്യാറാക്കാം ഈസി ആയിട്ട്. ഞാനത് പറഞ്ഞതേ ഉള്ളൂ അല്ലേ? ഒരു ബില്ല് തയ്യാറാക്കി ഇതിന്റെ ബില്ല് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ നിമിഷ നേരം കൊണ്ട് പറ്റും. ഓക്കെ, സാധ്യത അതല്ലേ? ഇതൊരു സാധ്യതയല്ലേ? കൊച്ചു അതാണ്. ഇത് സാധാരണക്കാരന് അവന്റെ ദൈനംദിന ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുധം കൂടെയാണ്. ഞാൻ എന്റെ പ്രൊണൗൺസിയേഷൻ മിസ്റ്റേക്ക്. ഞാൻ പറഞ്ഞത് അങ്ങനെ ആയിപ്പോയി എന്നാണ്. അതാണ് നേരത്തെ സാറ് പറഞ്ഞ ഡിസ്ലെക്സിയ ഉണ്ടെന്ന് പറഞ്ഞു. ഡിസ്ലെക്സിയ സോപ്പ് പറഞ്ഞതിന്റെ കുഴപ്പമാ. അടുത്ത് ഞാൻ പറയുമ്പോ അത് ഓർമ്മിച്ച് സോപ്പ് എന്ന് പറഞ്ഞാൽ മതി. കുറച്ചൊരു വ്യക്തത കൊടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ അക്ഷരത്തെറ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റുക? അക്ഷരത്തെറ്റൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നു. അതും പറ്റുന്ന. അക്ഷരത്തെറ്റുകൾ തിരുത്താൻ വേറെ രീതികളുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചു വരും. ഓക്കെ, അപ്പോ ഇതൊരു സാധ്യതയാണ്. ഇനി നിങ്ങൾ ഒരു വീട് വയ്ക്കുന്നു, ഒരു കൊച്ചു വീട് വയ്ക്കണം. ഒരു വീട് വെക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്ലാൻ വേണം. അതിന്റെ എത്ര രൂപ ബഡ്ജറ്റ് ഒക്കെ ആവണമെന്നറിയാം. നേരെ നമ്മളൊരു എഞ്ചിനീയറിന്റെ അടുത്തൊക്കെ പോയി. മെറ്റ AI മലയാളം എടുക്കത്തില്ലെന്നാണല്ലോ പറയുന്നത്. മലയാളം ഒക്കെ എടുക്കും. ഇപ്പൊ എടുക്കും. ഞാൻ ഇപ്പൊ മെറ്റയിലല്ലേ ചെയ്തത്. മെറ്റ നേരത്തെ പഠിച്ചു, മലയാളം പഠിച്ചു. മലയാളം പഠിച്ചു. ഇപ്പോ കമ്പ്യൂട്ടറിൽ നമ്മളിപ്പോ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കില്ല. കാരണം അത് റെഡിയായി വരുന്നേ ഉള്ളൂ. ഇപ്പോ കഴിഞ്ഞ 4-5 ദിവസം കൊണ്ട് അത് മലയാളമൊക്കെ പഠിച്ചു വന്നു. കാരണം വാട്സാപ്പില് വേറെ ഒത്തിരി AI ടൂളുകൾ വർക്ക് ചെയ്യുന്നു. അതിഗംഭീരമായ ടൂളുകൾ. ഞങ്ങള് സാധാരണ രീതിയിൽ നമ്മൾ AI ക്ലാസ് കൊടുക്കുമ്പോൾ വാട്സാപ്പിൽ പ്രവർത്തിക്കുന്ന AI കുറിച്ച് 2 ദിവസത്തെ ക്ലാസ് കൊടുക്കുമായിരുന്നു. ഇന്ന് മുതൽ ആ AI ടൂളുകൾ വാട്സാപ്പ് പിൻവലിച്ചു. നമുക്ക് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടും പേഴ്സണൽ സെക്രട്ടറി ആയിട്ടും ഒക്കെ വാട്സാപ്പിൽ ഓരോ AI ടൂളുകൾ വെച്ച് പ്രവർത്തിപ്പിക്കായിരുന്നു. അത് ഗംഭീരമായിരുന്നു. അത് പിൻവലിച്ചപ്പോ അവര് കുറെ ആപ്ലിക്കേഷൻസ് മെറ്റ് തന്നെ ഇതിനകത്ത് കൊണ്ടുവന്നു. അതിലൊന്നാണ് ഈ സാധനം. ഓക്കെ, ഈ ഭാഷാപരമായ ഒരു ഇത് ഇപ്പോ ലഭ്യമാണ്. തയ്യാറായി. ഇത് ഇപ്പൊ നിങ്ങൾ കാണുന്നതല്ലേ? നമ്മൾ വാട്സാപ്പിലാണല്ലോ ഇത് ചോദിച്ചതും ഇതിട്ടതും. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് നമുക്കൊരു വീട് വയ്ക്കണം. വീട് വയ്ക്കുന്നതിനൊരു പ്ലാൻ വേണം. അതിനൊരു എസ്റ്റിമേറ്റ് തയ്യാറാക്കണം. നമ്മുടെ നാട്ടിലെ വില നിലവാരം അനുസരിച്ച് ഇതൊക്കെ നമുക്ക് AI സാധ്യമാണ്. നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ AI ആർക്കെങ്കിലും ഒരു വീട് വെക്കാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടോ? എങ്കിൽ അവരുടെ രീതിയിൽ തന്നെ നമുക്കൊന്ന് ചോദിക്കാം. ആർക്കെങ്കിലും? 2 ബെഡ്റൂം. വീടിന് 2 ബെഡ്റൂം പ്ലാൻ പറഞ്ഞാൽ മതിയോ? 2 ബെഡ്റൂം ഉള്ള, പിന്നെ ഒരു ബാത്റൂം, അറ്റാച്ച് ബാത്റൂം, പിന്നെ സ്വീകരണ മുറി,
ആ ഓഫീസ് അപ്പൊ നമ്മള് പിന്നെ ഈ പിന്നെ എല്ലാ ആൾക്കാരും ഇതിനകത്ത് പങ്കാളിയാണ്. ആരെങ്കിലും ഒരാൾ മാത്രം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കരുത്. എല്ലാവരും ഇതിനകത്ത് പരമാവധി പേര്, പലരും നമുക്ക് നിങ്ങളുടേതായ രീതിയിലൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് നമുക്ക് എടുക്കാം. ഒരു പിന്നെ 2 ബെഡ്റൂം ഉള്ള ഒരു അടുക്കളയുള്ള ഒരു വീടിന്റെ ഒരു പ്ലാൻ തയ്യാറാക്കി തരണം എന്ന് നമുക്കൊന്ന് പറയാം. ഇത് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊന്നും AI ഉപയോഗിക്കേണ്ട പ്രോപ്പർ ഒരു വേയിലല്ല. ഒരു സാധാരണക്കാരനെന്ന് നിങ്ങൾ നമ്മുടെ ഇനി പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, പ്രോംപ്റ്റ് കൊടുക്കുന്ന ഈ നിർദ്ദേശം എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. അതിനൊരു പ്രത്യേക ശൈലിയാണ്. അത് കൊടുത്തു കഴിയുമ്പോൾ അത് ഗംഭീരമായ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ. കേരള ശൈലിയിൽ ഒരു വീട് വെക്കണം. കേരള ശൈലിയിൽ ഒരു വീട് വെക്കണം. കേരള ശൈലിയിൽ ഒരു വീട് വെക്കണം. 1 ബെഡ്റൂം, 1 ബാത്റൂം, 1 ഡൈനിങ് റൂം, 1 വരാന്ത, 1 പഠനമുറി, ലളിതമായ ഒരു വീട്. അതിന്റെ ഒരു ഡിസൈൻ തയ്യാറാക്കണം, ഒരു പ്ലാൻ തയ്യാറാക്കണം, ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കണം. അടുക്കള വേണ്ട സാറേ? അടുക്കളയും വേണം. ഒരു പൂജാമുറി ഇരുന്നോട്ടെ. പൂജാമുറിയൊന്നും വേണ്ട. ഇത് യുക്തിവാദിയുടെ വീടാണ്. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഓ, കേരളത്തെ കാലാവസ്ഥക്ക് അനുസരിച്ചുള്ള വീട് നമുക്ക് പറയാൻ പറ്റുമോ? സാറേ, നമ്മൾ ഇതിനകത്ത് സാർ ഇതിനെ കൂടുതൽ ചോദിക്കാതിരിക്കാം, മറ്റൊരു കൂടി അവസരം കൊടുക്കുക. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ വീടുകൾ നമുക്ക് വെക്കാം. അതൊക്കെ ഇതിനകത്ത് പ്രോംപ്റ്റിൽ വരും. ഓക്കെ ഓക്കെ ഓക്കെ. വാട്സാപ്പിൽ എത്ര സ്മൈലി വന്നിട്ടുണ്ട്? എന്ത് സാർ? അല്ല, വാട്സാപ്പിൽ കിട്ടിയോ? വാട്സാപ്പിൽ മറ്റേ നമ്മൾ കൊടുത്തതിനെ ആസ്പദമാക്കി കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. ChatGPT. അതിന്റെ കൃത്യമായ അതാ പ്ലാൻ വരച്ചു. ലിവിംഗ് റൂം, അടുക്കള, പഠനമുറി, ബെഡ്റൂം, എന്റെ കുറിപ്പ്, എന്റെ ശൈലി, ചരിഞ്ഞ മേൽക്കൂര, ഇപ്പൊ നമുക്കൊന്ന് വായിക്കാനുള്ള സമയമില്ല. നമ്മളിതിന്റെ ഒരു ഇത് തന്നെ പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു പടം ഈ രീതിയിൽ ഉള്ള ഒരു വീടിന്റെ ഒരു ചിത്രം കൂടെ നമുക്ക് കിട്ടിയാൽ നന്നായിരിക്കില്ലേ? അതായത് ഇപ്പൊ നമ്മൾ കൊടുത്തത് അതിന്റെ ഒരു പ്ലാന്, അതിന്റെ ഒരു വിസ്തീർണം, ആ കാര്യങ്ങളാണ്. ഇതിന്റെ ഒരു എസ്റ്റിമേറ്റ് നമുക്ക് തയ്യാറാക്കിപ്പിക്കാം. സാർ, ഒരു ഡൗട്ട്. അപ്പൊ ഇതിന്റെ വാസ്തു വടക്ക് കിഴക്കോട്ടാണ് വേണമെങ്കിലോ വീടിന്റെ? അതൊക്കെ പറയാം. നമുക്ക് നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറയുന്ന എന്ത് കാര്യവും കേൾക്കാൻ തയ്യാറായിരിക്കുന്ന സാധനമാണ് ഈ നിർമ്മിത ബുദ്ധി. നിങ്ങൾ എത്രമാത്രം വിശദമായി പറയുന്നു അതെല്ലാം പരിഗണിച്ചു കൊണ്ട് വേണം ഇത് ചെയ്യാൻ. നിങ്ങൾ വാസ്തു ആണെങ്കിൽ വാസ്തുമായി ഉള്ള കാര്യങ്ങൾ ഇതിനറിയാം. അപ്പൊ ആ വാസ്തു പ്രകാരമായിട്ട് കിഴക്ക് തെക്കായിട്ട്, തെക്ക് പടിഞ്ഞാറ്, ശാസ്ത്രീയമായ രീതിയിൽ നിങ്ങൾക്ക് വീട് വെക്കണമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് വീട് വെക്കാം. ഏത് രീതിയിൽ വേണോ നിങ്ങളുടെ സ്വപ്നവും നിങ്ങളുടെ ആവശ്യങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തരും, അല്ലെ? അപ്പൊ ഇനി വീട് എങ്ങനെ ഇരിക്കണം, അതിന്റെ എലിവേഷൻ എങ്ങനെ ഇരിക്കണം, ആ വീടിനെ കുറിച്ചുള്ള ഒരു ചിത്രം എങ്ങനെ ആവണമെന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പടവും ഇത് വരച്ചു തരും. ഇനി ഇതിന്റെ നമുക്ക് ബഡ്ജറ്റ് തയ്യാറാക്കണം.
ഇത്രയും ഒരു വീടിന്റെ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബഡ്ജറ്റ് തയ്യാറാക്കി തരും. നമുക്ക് നോക്കാം അതെങ്ങനെ എന്ന്. ഈ വീട് നിർമ്മാണത്തിന്റെ വിശദമായ ബഡ്ജറ്റ് തയ്യാറാക്കി തരിക. അപ്പോ ഇത് നമ്മൾ വേറൊരു സ്ഥലത്താണ് നമ്മൾ ചോദിക്കും. ഇപ്പൊ നമ്മളിത് ചോദിച്ച ചാറ്റ് GPT ഇനി ബഡ്ജറ്റ് ചാറ്റ് GPTക്ക് സ്ഥലം നമുക്ക് തിരുവനന്തപുരം കൊടുക്കാം, അല്ലെങ്കിൽ കൊല്ലം കൊടുക്കാം. കൊല്ലം, കേരള. കൊല്ലം കേരളയിലെ അപ്പോ നമ്മള് ഇത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ബഡ്ജറ്റ് ഇത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബഡ്ജറ്റായി. അതിന്റെ എമൗണ്ട് ഇതാ, എത്ര കല്ല് വേണം, കോൺക്രീറ്റിന്റെ സ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ഫ്ലോറിംഗ് ടൈല്, അതിന്റെ ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് കൊല്ലത്ത് ആണ് നമ്മൾ വീട് വെക്കുന്നത്. എന്താ ബിൽഡിംഗ് സ്റ്റൈൽ ഹൗസ്, ബെഡ്റൂം, കൊല്ലം. മൊത്തം എസ്റ്റിമേറ്റ് 22 ലക്ഷത്തിന് 23 ലക്ഷത്തിനും ഇടയിൽ ചിലവാവും. 1000 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന് വരുന്ന വില. എക്സ്ട്രാ ഓരോന്നിനും വരുന്ന പെയിന്റിങ്ങിന് വേണ്ടി വരുന്നത് 1,75,000, ഇലക്ട്രിക്കൽ വർക്കിന് 2 ലക്ഷത്തി, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, മെറ്റീരിയൽ, ലേബർ എല്ലാം കൂടെ 2,80,000, ഡോറ്. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും നമുക്ക് വിശദമായിട്ട് വില ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ അതിനും സാധ്യമാണ്. ഓക്കെ, മനസ്സിലായോ? ഇതെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞ സെക്കൻഡുകൾക്കുള്ളിലാണ് തയ്യാറാക്കി തരുന്നത്. സാറേ, പക്ഷെ ഇതിന്റെ ഒരു എലിവേഷൻ കാണിച്ചില്ലല്ലോ സാറ്. അത് വേണം. ഇപ്പൊ നമ്മള് ഇതിന്റെ ഒരു കൺസെപ്റ്റ് എടുത്തു, അതിന്റെ മറ്റു കാര്യങ്ങൾ എടുത്തു, ബഡ്ജറ്റ് തയ്യാറാക്കി. ഇനി എലിവേഷൻ, വീടിന്റെ ഒരു വീട് എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മൾ ഇത് തന്നെയാണ് നമ്മൾ വേറൊരു AI-ലോട്. ഇതിന് ഓരോന്നിനും ഓരോ AI ടൂളുകളാണ് നമ്മൾ. അവിടെയാണ് ഇതിന്റെ നമ്മൾ ഇങ്ങനെ ഒരു പഠനത്തിന്റെ ആവശ്യകത. അങ്ങനെയാണ് നമ്മളിത് ധാരാളം നമ്മുടെ ഈ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് 10-30ഓളം AI ടൂളുകൾ പഠിക്കും. അപ്പോൾ ബഡ്ജറ്റ് തയ്യാറാക്കാൻ ഏത് AI ടൂള് എടുക്കുന്നു, പ്ലാൻ തയ്യാറാക്കാൻ വേറൊരു ടൂളാണ്, പിന്നെ വീടിന്റെ എലിവേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ബിൽഡിങ്ങിന്റെ രൂപം തയ്യാറാക്കാൻ വേറൊരു ടൂളാണ്. അപ്പൊ അതുകൂടെ നമുക്കൊന്ന് നോക്കാം. സാർ ചോദിച്ചല്ലേ, അതുകൂടെ നമുക്കൊന്ന് നോക്കാം. ഞാൻ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതാണ്. ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം 3-4 മിനിറ്റുകൾ കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, സെക്കൻഡുകൾ കൊണ്ടാണ് ഓരോ കാര്യം ജനറേറ്റ് ചെയ്യുന്നത്. അതാണ് AI-യുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ ഒരു ചിത്രം പ്ലാനും ചിത്രവും അപ്പൊ നമ്മള് ഇതിന്റെ
ഇത് നമ്മൾ അടുത്ത് ഇതിനകത്ത് ബിങ് എന്ന് പറയുന്ന ഒരു AI ടൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നമ്മളൊരു ചെറിയ വീടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കാണാമോ? നമ്മൾ ഈ പറഞ്ഞ സിമ്പിൾ ഹൗസ് വിത്ത് 1 ബെഡ്റൂം 1 ബാത്റൂം 1 ഡൈനിങ് റൂം ഒക്കെ വെച്ചിട്ട് അത് ഏറ്റവും മനോഹരമായ രീതിയിൽ ഒരു കൊച്ചു വീട് 2 നിലയായിട്ട് നമുക്ക് തയ്യാറാക്കി തന്നു. ഇത് നമ്മൾ ആ പ്രോബ്ലമിനെ കുറച്ചുകൂടി ഇത് ഡീറ്റെയിൽ ചെയ്യാനാണെങ്കിൽ ആ രീതിയിൽ നമുക്കത് തയ്യാറാക്കി തരും. ഇത് ജെമിനിയിലാണോ ഇത് ജെമിനിയിലല്ല നമ്മൾ ചെയ്യുന്നത്. ഇത് ചെയ്തത് ബിങ്ങിലാണ്. bing.com. ബിങ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റ്. അതിനൊക്കെ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട്. നമുക്ക് മൈക്രോസോഫ്റ്റ് ബിങ്ങിൽ പണം ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതെല്ലാം നമ്മൾ ഓരോ ക്ലാസ്സുകളിലായിട്ട് നമ്മളത് പഠിച്ച് വരും. ഓക്കെ. ജെമിനിയില് തരുന്നുണ്ട്. ഇതിന് ഓരോന്നിനും അതിൻ്റെതായ ലിമിറ്റേഷനും സാധ്യതകളുണ്ട്. ഏത് ജെമിനിയിൽ എന്ത് ഇമേജ് ചെയ്യാം, ബിങ്ങിൽ എന്ത് ഇമേജ് ചെയ്യാം, ഡാലിയിൽ അങ്ങനെ ഒരുപാട് ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ടൂളുകളുണ്ട്. നമുക്ക് തന്നെ സമയം പിന്നെ പണ്ട് ഈ മംഗളം മനോരമയൊക്കെ ഉള്ള സമയം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മംഗളം. അതിനകത്ത് നോവലുകളിൽ വരച്ചിരിക്കുന്ന പടങ്ങൾ ഒരു ഭയങ്കര ഭംഗിയുള്ള പടങ്ങളല്ലേ? ആ പടങ്ങളെ നമുക്ക് ഫോട്ടോയാക്കാനും ആ പടങ്ങളെ കഥാപാത്രങ്ങളാക്കാനും ജീവൻ കൊടുക്കാനും നമുക്ക് പറ്റും. അതുകൊണ്ട് നോക്കിയാലോ, ഒരു തമാശയായിട്ട്. നോക്കാം. ഓക്കെ. അത് ഏത് ടൂളാ സാർ ഉപയോഗിക്കുന്നത്? അതിനേതാ ഉപയോഗിക്കുന്നത്? അത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞുതരാം. ഗ്രോക്ക്. ഇത് അത് ഞാൻ ഷെയർ ചെയ്തില്ല. ഓക്കെ, ഞാനത് ഷെയർ ചെയ്യാം. ആ ഒരു പടം ആദ്യം ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കാം വാട്സാപ്പിൽ. ഗ്രോക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നത്തെ മാതൃഭൂമി പേപ്പറില് 16-ാം പേജില് ആഗോള പ്രതിഷേധം ഗ്രോക്ക് AI ഇനി നഗ്നചിത്രം ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു. ഇന്നത്തെ മാതൃഭൂമി പേപ്പറിലെ 16-ാം പേജില് ഗ്രോക്കിനെ പറ്റിയൊരു വാർത്തയുണ്ട്. ഇന്ന് അത് കുറച്ച് ദിവസത്തിന് മുമ്പ് ഉണ്ടായിരുന്നൊരു വാർത്തയല്ലേ? ഇന്നത്തെ പേപ്പറിലുണ്ട്. അതെ. ഇത് കണ്ടോ? ഇത് പണ്ടത്തെ മംഗളത്തിൽ വരുന്ന ഒരു പടമാണ്. ഈ പടത്തിനെ നമ്മളൊന്ന് ഗ്രോക്കില് ഞാനിതൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. സ്റ്റോപ്പ് ഷെയറിങ്. ഗ്രോക്ക് എടുക്കുന്നു.
ഈ ചിത്രത്തെ ഒരു സിനിമാറ്റിക് ഫോട്ടോഗ്രാഫി ആക്കി മാറ്റി തരിക. ചിത്രം അപ്ലോഡ് ആയില്ല. എന്തേ? ഗ്രോക്ക് പിണങ്ങി എന്നാണ് തോന്നുന്നത്. എന്തേ? സ്ക്രീൻ ഷെയറിംഗ് ഇല്ല. സ്ക്രീൻ ഷെയർ ആയില്ല അല്ലേ? ശരി. അത് ഗ്രോക്ക് സാറേ, ഇന്നത്തെ പേപ്പറിൽ പറഞ്ഞാണ് പണമടയ്ക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇനി മുതൽ ഗ്രോക്ക് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ലേ? ഓക്കെ. അങ്ങനെയാണ് ഇന്നത്തെ പേപ്പറിൽ പറഞ്ഞിട്ടുള്ളത്. അതെ. ആ ചിത്രത്തിന് ഇപ്പൊ ഒരു സിനിമാറ്റിക് ഇമേജ് ആയിട്ട് മാറി. കാണുന്നുണ്ടോ? യെസ്. അതൊരു ഇതാണ് ആ പടം. അത് ഇപ്പൊ കാണുന്ന ഒരു റിയൽ ചിത്രമല്ലേ? അതെ. ഈ ചിത്രത്തെ നമുക്കൊന്ന് അനിമേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ചിത്രത്തെ നമ്മൾ സേവ് ചെയ്യും. ഞാനിത് ഇവിടെ നിന്ന് നമ്മള് മെറ്റയിലേക്കൊന്ന് പോകുന്നു.
മറ്റേലത് കോപ്പി പറയണോ? ആ അതെ എന്തേ മറ്റേക്ക് കൊണ്ടുപോയിട്ട് കോപ്പി പറയണോ? മറ്റേല് കോപ്പി ചെയ്തിട്ട് നമുക്ക് ചേഞ്ചസ് വരുത്താം അല്ലെ? മറ്റേല് നമുക്കിത് അപ്ലോഡ് ചെയ്യാം. ചേഞ്ചസ് വരുത്താൻ പറ്റില്ലേ? മറ്റേലൊന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള പിന്നെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ടൂളുകളുണ്ട്. എങ്ങനെയുണ്ട്? സ്ക്രീൻ ഷെയറിംഗ് വന്നില്ല സാർ. അയ്യോ, സ്ക്രീൻ ഷെയർ ആയില്ലേ? സോറി, ഞാന് അയ്യോ, അത് നിങ്ങൾ ആദ്യമേ പറയണ്ടേ, എനിക്ക് അറിയാൻ പറ്റില്ല. ഞാനിത് ആ വിൻഡോയിൽ നിൽക്കുമ്പോ ഇപ്പൊ കണ്ടു. ഇപ്പൊ ആയില്ലല്ലോ. അതിനൊരു പശ്ചാത്തല സംഗീതം കൂടി കൊടുക്കൂ സാർ. തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. അത് പോയോ? അത് രാംകിരണ് അവിടെ എന്തോ അതാ ഇവിടെ രാംകിരൺ അവിടെ എന്തോ വില കാണിച്ച്. അത് വീണ്ടും പോയല്ലേ? വീണ്ടും അത് പോയി. വീണ്ടും പോയി. രാംകിരണ്ണേ അവിടെ എന്തെങ്കിലും അവിടെ ഹാങ് ആയല്ലോ. സിസ്റ്റം ഇപ്പൊ കാണുന്നില്ലേ? ഇപ്പൊ കാണുന്നില്ലേ? ഇപ്പൊ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്, പ്ലേ ചെയ്യുന്നില്ല. ഇപ്പൊ പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. അയ്യോ, വീണ്ടും പോയല്ലോ. അതിപ്പോ കാണുന്നുണ്ടോ? ഉണ്ട്. ഇപ്പൊ പ്ലേ ആണ്. അതെ. അപ്പൊ നമ്മള് ആ മംഗളത്തിലൊരു പടം എടുത്തിട്ട് അതിനെ പിന്നെ സിനിമ ഒരു ഫോട്ടോയാക്കി ആ ഫോട്ടോയെ നമ്മൾ ജീവൻ കൊടുത്തു ചലിപ്പിച്ചിനെ സംസാരിപ്പിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഇതൊക്കെ വളരെ നിങ്ങളെ മൊബൈലിൽ വെച്ച് വളരെ നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള നമുക്ക് ഉള്ള ഒത്തിരി കാര്യം. ഈ 2 മാസം നമ്മള് ആഴ്ചയിൽ 2 ദിവസം, ഓരോ ദിവസവും 2ഉം 3ഉം ടൂളുകൾ വീതം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പഠിക്കുകയും അത് നിങ്ങളുടെ ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളായിരിക്കും. നിങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് അത് കണക്ട് ചെയ്ത് ഉപയോഗിക്കുകയും നമുക്ക് ഈ ഇമേജ് ഇതിനൊക്കെ വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കാറില്ല. കാരണം ഇതൊന്നും ഒരു പ്രൊഡക്റ്റീവായ കാര്യങ്ങളല്ല. അതേസമയം ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റ്, ഒരു വിനോദം എന്നാണ്. അപ്പുറം ഇതിനൊന്നും വലിയ പ്രാധാന്യമില്ല. പക്ഷെ നമ്മുടെ തൊഴിലിനും ദൈനംദിന ജീവിതത്തിനും നമ്മുടെ സ്വപ്നങ്ങൾ സഫലമാക്കുന്നതിനും മുന്നോട്ട് പോകാനും സാമൂഹ്യ പ്രവർത്തനത്തിനും ഒക്കെ നിങ്ങളെ ഇടപെടുന്ന മേഖലയിൽ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്ന ഒരുപാട് ഒത്തിരി സാധ്യതകൾ നമുക്ക് ഇതിനകത്തുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ വരുന്ന ചൊവ്വാഴ്ച ദിവസം മുതൽ ഓരോ ദിവസവും ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പോ അത് ആദ്യം ഇതിന്റെ ബേസിക് സ്കിൽ, അടിസ്ഥാനപരമായ ചില സ്കില്ലുകൾ വേണം. അതിനാണ് നമ്മൾ ആദ്യത്തെ 2-3 ക്ലാസ്സുകൾ ഉപയോഗിക്കുന്നത്. ടൂളുകളല്ല. നമുക്ക് നമ്മുടെ മാതൃഭാഷ എന്ന് പറഞ്ഞാൽ നമുക്ക് മാതൃഭാഷ കമ്പ്യൂട്ടറിനും നമ്മുടെ ഫോണിനും വഴങ്ങത്തക്ക വിധത്തിൽ ഉപയോഗിക്കാൻ കുറെ ടെക്നിക്കൽ പഠിക്കണം. അപ്പൊ അതാണ് നമ്മൾ ആദ്യത്തെ യൂണിക്കോഡ് എന്താണ്,
നോൺ യൂണിക്കോഡ് എന്താണ്, യൂണിക്കോഡിനെ എങ്ങനെ ഗ്രാഫിക് ഫോണ്ട് ആക്കാം, ഗ്രാഫിക് ഫോണ്ട് എങ്ങനെ യൂണിക്കോഡ് ആക്കാം, നമ്മുടെ കൈയക്ഷരത്തെ എങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ആക്കി മാറ്റാം, വോയിസിനെ എങ്ങനെ ടെക്സ്റ്റ് ആക്കി മാറ്റാം, മറ്റു ഭാഷകളിൽ നിന്ന് എങ്ങനെ നമുക്ക് വിവർത്തനം ചെയ്യാം, പുസ്തകത്തെ എങ്ങനെ, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കുറെ സ്കില്ലിനായിരിക്കും നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് ഉപയോഗിച്ച് കൊണ്ട് അത് ആ ഒരു ബേസിക് സ്കിൽ ആർജിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ടൂളുകളായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോ ഇന്ന് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ കുറെ ആയി. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ചോദിക്കാം. എന്ത് സാറേ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാം. നമുക്ക് ഇന്നിപ്പോ അതിനുള്ള സമയമില്ല, അതെല്ലാം നമ്മൾ പഠിക്കണമല്ലോ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ല ഇതിനകത്ത്. പിന്നെ ഐ ലവ് യു എന്ന സാറിന്റെ പേരെന്താണ്? ഉമേഷ് ബാബു എന്ന് വേണമെങ്കിൽ ഇതിനെ കൊണ്ട് പറയിപ്പിക്കാം. ഓക്കെ, അപ്പോ മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം. ആർക്കെങ്കിലും നമ്മൾ ഇന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ഒരു ജനറൽ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഫോട്ടോ ഇതുപോലെ അനിമേറ്റ് ചെയ്യാൻ പറ്റുമോ? ഓരോന്നിനും സെപ്പറേറ്റ് ഡൗൺലോഡ് അപ്ലോഡ് ചെയ്തിട്ട് അത് അനിമേറ്റ് വീഡിയോ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ചെയ്യാൻ പറ്റും സാർ. അതൊക്കെ സാധ്യതകളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പറ്റും, തീർച്ചയായിട്ടും പറ്റും. ട്രൈ നോക്കണം സാർ. ഒരു ചോദ്യം. ഞാന് ഇന്നത്തെ ക്ലാസ് റെക്കോർഡ് ചെയ്തതുണ്ടോ? ഞാൻ ഇത്തിരി ലേറ്റ് ആയി കാര്യം. ഇന്നത്തെ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് ക്ലാസ് ഇടും. നാളെ ഉച്ചയോടുകൂടി നമ്മളെ ഇതിനകത്തിടും. താങ്ക് യു. ഓക്കെ, എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? സംശയമല്ല, എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? നമ്മൾ സംശയം ചോദിക്കാൻ നമ്മളൊന്നും പഠിപ്പിച്ചില്ലല്ലോ, എന്തെല്ലാം ഇതിന്റെ ഒരു സാധ്യതകൾ പറയുക മാത്രമാണ് ചെയ്തത്. ഈ ടൂൾ എങ്ങനെയാണ് എടുക്കാൻ പറ്റുമോ? എങ്ങനെയാ സാർ? അത് നമുക്ക് രണ്ട് രീതിയിലാണ്. ഒന്ന്, നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച്, കമ്പ്യൂട്ടറിൽ നമുക്ക് ഈ നിർമ്മിത ബുദ്ധികളെല്ലാം കിട്ടുന്നത് ഓരോ വെബ്സൈറ്റുകളാണ്. ഈ നിർമ്മിത ബുദ്ധിയിലെ വെബ്സൈറ്റുകളെയൊക്കെയാണ് നമ്മൾ ടൂൾ എന്ന് പറയുന്നത്. മൊബൈൽ ഫോൺ ആകുമ്പോൾ മൊബൈൽ ഫോണിൽ നമുക്ക് ക്രോം എന്ന് പറയുന്ന, അതാണ് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സുകളിൽ ഇതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. ക്രോം എന്ന് പറയുന്ന നമ്മുടെ ബ്രൗസർ ഉപയോഗിച്ചും നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം. ഒപ്പം നമുക്ക് ഓരോ ആപ്പുകളുണ്ട്. ഇപ്പോ ജെമിനിക്കും ചാറ്റ് ജിപിടിക്കും ഗ്രോക്ക് ഇതിനൊക്കെ ഓരോ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന, അത് മാത്രം ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ആ ആപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതല്ല, നമുക്ക് മൊബൈൽ ഫോണിലുള്ള ബ്രൗസറിൽ നിന്നും ചെയ്യാം, കമ്പ്യൂട്ടറിലെ ബ്രൗസർ ഉപയോഗിച്ചും ചെയ്യാം. അപ്പൊ നിർമ്മിത ബുദ്ധിയിൽ കിട്ടുന്ന ഇതിനെയൊക്കെയാണ് നമ്മൾ ടൂളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ലക്ഷ്മി അയ്യർ പറയൂ? ഹലോ, അവിടെ വീട്ടിലെ ബഹളമാണ് കേൾക്കുന്നത്. ലക്ഷ്മി, ഓക്കെ, എന്തെങ്കിലും വീഡിയോ സ്ട്രീമിംഗ് ദൈർഘ്യം കൂട്ടാൻ പറ്റുമോ? 5 സെക്കൻഡ് അല്ലേ കാണിക്കുന്നത്? അത് കൂട്ടാൻ പറ്റും. അത് 2-3 ജനറേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ എഡിറ്റർ ഉപയോഗിച്ച് പരസ്പരം കൂട്ടി യോജിപ്പിക്കാം. എത്ര വേണം ചെയ്യാൻ പറ്റുമോ? എത്ര വേണോ ജനറേറ്റ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ. അപ്പോ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഒന്നുകൂടി സാറേ, സ്ലൈഡ് ഷോ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് പിക്ചർ എടുത്തിട്ട് അത് സ്ലൈഡ് ഷോ ആയിട്ട് മാറ്റാൻ പറ്റുമോ? പറ്റും. ഈ നിർമ്മിത ബുദ്ധിയിൽ അസാധ്യമായ ഒന്നുമില്ല. അത് പറ്റും, തീർച്ചയായിട്ടും പറ്റും. ഓക്കെ, അപ്പോ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ കഥാപാത്രം നടന്നു സംസാരിച്ചു കൊണ്ട് നടന്നു പോകുന്ന ലിപ് മൂവ്മെന്റ് അത് കൂടി ഉൾപ്പെടാൻ പറ്റുമോ? ഇല്ലേ? അതും പറ്റും. ലിപ് മൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള, അപ്പൊ നമ്മളൊരു അന്യ ഭാഷയിലേക്ക് ഒരു ഭാഷ മാറുമ്പോൾ അതനുസരിച്ച് ലിപ്പ് മൂവ് ചെയ്യാനുള്ള AI ടൂളുകളും ഉണ്ട്. അത് വെച്ചുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ പലതരത്തിലുള്ള അശ്ലീല വീഡിയോകളൊക്കെ ആൾക്കാർ ഉണ്ടാക്കിയിരുന്നത് അത് ഉപയോഗിച്ചൊക്കെയാണ്.
അപ്പൊ ഒരു കാര്യം ചോദിച്ചാൽ ഇത് ദുരുപയോഗം ചെയ്യൂലേ അവര്? അപ്പൊ അത് പിന്നെ ബ്ലോക്ക് ഏത് സാങ്കേതിക വിദ്യയും ദുരുപയോഗം ചെയ്യാം. ആ ദുരുപയോഗത്തെ നമുക്ക് നേരിടാൻ പറ്റണം. ഓക്കെ, അല്ല ഇപ്പൊ ഒരു ടെററിസ്റ്റിന്റെ കയ്യിലാണ് ഇങ്ങനെ നിരന്തരം ചോദിച്ചോണ്ട് വേറെ ആർക്കും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് ചോദിച്ചോട്ടെ. ഓക്കെ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? സാർ ഇനിയിപ്പോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ, സാറ് നമ്മളെ കഴിഞ്ഞ ബാച്ചിലേ ഉണ്ടല്ലോ, നമുക്ക് ഇനി 3 ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സുകളിൽ സാറ് സംശയങ്ങളൊക്കെ എഴുതി വെച്ച് ചോദിക്കണം. ഇന്ന് ഈ പുതിയ ആൾക്കാർ ചോദിച്ചോട്ടെ. ഓക്കെ, ആർക്ക് ഇനി എന്തെങ്കിലും? അപ്പോ മങ്കേഷ് സാറുണ്ടോ? രാംകിരൺ സാറൊന്ന് കൺക്ലൂഡ് ചെയ്യണം. നായികയെ സിനിമാ നടിയാക്കി. സാറ് ഇതിനകത്ത് നമ്മുടെ ഈ മെഡിക്കലുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ NGOസിന്റെ ആളുകളായിട്ടൊക്കെ കുറച്ച് ആളുകളുണ്ട്, സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് പ്രയോജനപ്പെടുന്നത് എങ്ങനെയെന്നുള്ളൊരു ഭാഗം ഇതിനകത്ത് വലുതായിട്ട് ടച്ച് ചെയ്തിട്ടില്ല. അത് ടച്ച് ചെയ്തില്ല, ആരും ചോദിച്ചില്ല, അതുകൊണ്ടാണ് ടച്ച് ചെയ്യാത്തത്. തീർച്ചയായിട്ടും ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. നമുക്ക് NGOസിനെ സംബന്ധിച്ചിടത്തോളം, അങ്ങനത്തെ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയോജനകരമാണിത്. ഒന്ന്, ഈ പ്രോജക്റ്റുകൾ ഫ്രെയിം ചെയ്യാൻ, പ്രോജക്റ്റുകൾ ഇവാലുവേറ്റ് ചെയ്യാൻ, ഡോക്യുമെന്റേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും പുതിയ ഐഡിയ ജനറേറ്റ് ചെയ്യാൻ, പുതിയ പ്രപ്പോസൽ കൊടുക്കാൻ, പ്രസന്റ് ചെയ്യാൻ, ട്രെയിനിങ് കൊടുക്കാൻ ഒക്കെ ഉള്ള പലതരത്തിലുള്ള ടൂളുകളും സാധ്യതകളും ഇതിനകത്തൊക്കെയാണ്. അത് ഒരുപാട് സാധ്യതകൾ ഈ NGO സെക്ടറിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഇതുകൊണ്ട് ഒരുപാട് പ്രയോജനം. ക്വസ്റ്റ്യനറുകൾ തയ്യാറാക്കാൻ, അനലൈസ് ചെയ്യാം, ഡാറ്റകൾ വിശകലനം ചെയ്യാം, ഡാറ്റകളെ പ്രോജക്റ്റുകളാക്കാം, വിവിധ പദ്ധതികളെ റിപ്പോർട്ടുകൾ തയ്യാറാക്കാം, മിനിറ്റ്സുകൾ തയ്യാറാക്കാം. നമുക്ക് ഒരു മീറ്റിംഗിന്റെ മിനിറ്റ്സ് വോയിസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിനിറ്റ്സ് ആക്കി തരും. പത്രവാർത്തകൾ തയ്യാറാക്കാം, ന്യൂസുകൾ അനലൈസ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ NGO സെക്ടറിലുള്ള ആൾക്കാർക്കും അതുപോലുള്ള ജേർണലിസ്റ്റ് അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാകും. സാർ തുടരണം, പങ്കജ് സാർ തുടരണം. ഒരു രസകരമായി, അല്ലെങ്കിൽ നമ്മളെ നോവൽ, നാടകം അങ്ങനെയൊക്കെയുള്ള മേഖലകളിലാണ് കൂടുതലും ഇന്ന് ടച്ച് ചെയ്തത്. പിന്നെ നമ്മളൊരു ചില സംഭവങ്ങൾ പ്രായോഗികമായിട്ട് ചെയ്യാൻ പോയപ്പോഴേക്കും ഒരു അല്പം സമയം ലാഗായി. നമ്മളെ ആളുകൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് ചോദിക്കാനുണ്ടോ? ഒന്നുമില്ലല്ലോ. യെസ്, എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ്സുകളിൽ ഈ ക്വിക്ക് റെസ്പോണ്ടന്മാരെന്നുള്ളൊരു വിഭാഗം ആളുകളുണ്ടാവും. അത് 3 ആളുകളായിരിക്കും സാധാരണഗതിയിൽ. 2-3 ആളുകളുണ്ടാവും. അവർ ഒരു ഫെസിലിറ്റേറ്ററുടെ റോളായിരിക്കും ചെയ്യുന്നത്, മറ്റൊരാൾ കൺക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ ആരെയും അങ്ങനെയൊന്നും ക്ഷണിച്ചിട്ടില്ല, ചുമതലപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ദിവസേന അസൈൻമെൻറ്റുകൾ ഉണ്ടാവും, അതൊക്കെ മാറി വരും. പിന്നെ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൈസ് സാർ പറഞ്ഞ് ഇത്തവണത്തെ അല്പം കൂടി സ്ട്രക്ചേർഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ നമ്മൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയുന്ന അസൈൻമെൻറ്റുകൾ സൈസ് സാർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ചയും പഠിക്കാൻ വേണ്ടി 1 മണിക്കൂറെങ്കിലും ഓരോ ദിവസവും മാറ്റി വെക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ടൈം അറേഞ്ച് ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞു. കാരണം എങ്കിൽ മാത്രമേ നമുക്കത് പ്രായോഗികമായി ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ചൊവ്വാഴ്ച വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയാണ്. ഇന്ന് ആരെങ്കിലും ഒരാൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യാമോ ഇന്നത്തെ ദിവസം? ഇന്നലെ പറഞ്ഞവർ വേണ്ട, ആരെങ്കിലും പുതിയ ആളുകൾ? ആരെങ്കിലും ഒരാളൊരു നന്ദി പറയണം. യെസ്. ഒരു പുതിയ പഠിതാവ് എന്ന നിലയിൽ വളരെ നല്ലൊരു അനുഭവമായിരുന്നു എനിക്കത്. പുതിയൊരു പഴുത്തിരിവരിക്കും ജീവിതത്തിൽ ഇത് പഠിച്ചു കഴിഞ്ഞാലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഞാനിതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ക്ലാസ്സിന് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. നമസ്കാരം. ഓക്കെ.
തീർച്ചയായും പറയാം. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതിൽ പുതിയതായിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും സ്വാഗതം. അതോടൊപ്പം ഇത് നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ചൊവ്വാഴ്ച മുതൽ നമുക്ക് എല്ലാവർക്കും കാണാം, ഒത്തൊരുമിച്ച് പഠിച്ചു മുന്നേറാം. ശുഭരാത്രി. ഞാൻ ഇറങ്ങുന്നു. നന്ദി എല്ലാവർക്കും.